ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു നോമ്പ് ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. യേശുവിൽ ചാരി നിൽക്കുക എന്ന ആശയമാണ് ഓരോ നോമ്പ് ദിനങ്ങളും നമ്മുടെ മുൻപിലേക്ക് വെച്ചു നീട്ടുന്ന വലിയ സന്ദേശം. ജോൺ പാറ്റൺ എന്ന് പറയുന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫെയ്ത്ത് എന്ന പദത്തിന്റെ തത്തുല്യ പദം അന്വേഷിക്കുകയാണ്. വിശ്വാസം എന്ന പദത്തിന് പകരം അദ്ദേഹത്തിന് ബൈബിളിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു തത്തുല്യ പദം. എന്നാൽ ഈ തിരച്ചിൽ ദിവസങ്ങൾക്കപ്പുറം മാസങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം വെറുതെ നടക്കുന്ന സമയത്ത് വഴിയരികിൽ ഒരു ഭവനത്തിന്റെ വരാന്തയിൽ ഒരു വ്യക്തി ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു കസേര. പെട്ടെന്ന് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഇതെന്ത് കസേരയാണ്? ആ സമയത്ത് ആ വ്യക്തി പറയുകയാണ്, ഇറ്റ്സ് എ റിക്ലൈനിങ് ചെയർ. ഇതൊരു ചാര് കസേരയാണ്. എന്റെ ശരീരത്തെ മുഴുവനായി ചാരി നിർത്തുന്ന, താങ്ങി നിർത്തുന്ന ഒരു കസേര. അതേ പെട്ടെന്ന് ഈ ജോൺ പാറ്റന്റെ മനസ്സിലേക്ക് ഒരു ആശയം കടന്നു വരികയാണ്. എന്തുകൊണ്ട് ഫെയ്ത്തിന് പകരം, വിശ്വാസത്തിന് പകരം യേശുവിൽ ചാരി നിൽക്കുക എന്തുകൊണ്ട് എനിക്ക് പ്രയോജനപ്പെടുത്തിക്കൂടാ? അങ്ങനെ ആ മനുഷ്യൻ ഫെയ്ത്തിനു പകരം റിക്ലൈനിങ് ഇൻ ജീസസ് എന്ന ഫ്രേസ് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇടയായി. യേശുവിൽ ചാരി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളായിരിക്കുന്നത്. യേശുവിൽ ചാരി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് ചാരി നിൽക്കുവാനായിട്ട് സാധിക്കും? അതെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ക്രിസ്തുവിൽ ചാരി നിൽക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യമാണ്. ഈ ഭാഗത്ത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നിട്ടും ഏലിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 3 സംവത്സരവും 6 മാസവും മഴ പെയ്യാതെ ഇരുന്നു എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. അതെ, ഏലിയാവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വ്യത്യസ്തൻ അല്ലായിരുന്നു. അവൻ ചിരിക്കുമായിരുന്നു, അവൻ കരയുമായിരുന്നു, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആയിരുന്നു. നിരാശയുടെ ജീവിതത്തിലൂടെ ഏലിയാവ് കടന്നുപോയതായിട്ടും വേദപുസ്തകം സാക്ഷീകരിക്കുന്നുണ്ട്. അതെ, സാധാരണക്കാരനായ മനുഷ്യൻ. പക്ഷേ സാധാരണക്കാരനായ ഈ മനുഷ്യനെ അസാധാരണക്കാരനാക്കി മാറ്റിയത് അവന്റെ പ്രാർത്ഥനാശീലം ആയിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ഏലിയാവ് എങ്ങനെയാണ് യേശുവിൽ ദൈവത്തിൽ ചാരി നിന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, അതിന് ചാരി നിൽക്കുവാനായിട്ട് ഏലിയാവിനെ സഹായിച്ചത് അവന്റെ പ്രാർത്ഥന രീതികൾ ആയിരുന്നു. അവിടെ പറയുന്നുണ്ട്, ഏലിയാവ് മഴ പെയ്യുന്നതിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ആ സമയം അവന്റെ മുഴങ്കാലുകൾക്കിടയിൽ അവന്റെ തല ഞെരിച്ചു വെച്ച് അവൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഒരു കംപ്ലീറ്റ് സമർപ്പണത്തിന്റെ, കംപ്ലീറ്റ് സറണ്ടറിന്റെ ഒരു പോസ്റ്ററാണ് അവിടെ ഏലിയാവ് നമുക്ക് കാണിച്ചു തരുന്നത്. താനെന്ന ഭാവത്തെ ഉപേക്ഷിച്ച് എല്ലാവിധമായ ചിന്തകളെയും മാറ്റിവെച്ച് യേശുവിൽ പൂർണ്ണമായി ചാരി നിൽക്കുന്ന, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ഏലിയാവിനെയാണ് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തരുന്നത്. ജീവിതത്തിൽ മറ്റെല്ലാ ചിന്തകളെയും മാറ്റിവെച്ച് യേശുവിൽ പൂർണ്ണമായി ചാരി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ സമ്പത്തിലോ മറ്റ് പദവികളിലോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളിലോ ഒന്നും തന്നെ ആശ്രയിക്കാതെ യേശുവിൽ ചാരി നിന്നുകൊണ്ട്, ദൈവമേ നീ മാത്രമാണ് എന്റെ രക്ഷ എന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. 2-ാമത്തെ രീതി എന്ന് പറയുന്നത് ഏലിയാവിന്റെ പ്രാർത്ഥനയിലെ സ്ഥിരത ആയിരുന്നു. അവിടെ പറയുന്നത് മഴയ്ക്ക് വേണ്ടി, മഴമേഘങ്ങൾക്ക് വേണ്ടി ഏലിയാവ് 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാണ്. ആദ്യത്തെ 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു, നെഗറ്റീവ് റെസ്പോൺസ് ആണ് തന്റെ ദാസൻ വന്ന് പറഞ്ഞത്. എന്നാൽ 7-ാമത്തെ പ്രാർത്ഥനയിലൂടെ അവന് മഴമേഘങ്ങളെ കാണുവാനായിട്ട് സാധിച്ചു. നഷ്ടപ്പെട്ടു പോയ മഴയെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഏലിയാവിന്റെ സ്ഥിരതയുള്ള പ്രാർത്ഥനയിലൂടെ അവന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ക്രിസ്തുവിൽ നാം ചാരി നിൽക്കുമ്പോൾ നമുക്ക് സ്ഥിരതയുള്ള ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ എന്തൊക്കെ കഷ്ടതകളും പ്രയാസങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കടന്നു വന്നാലും, പ്രാർത്ഥനകൾ നീണ്ടുപോയാലും പരിശുദ്ധനായ ദൈവത്തെ സ്ഥിരമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതെ, അങ്ങനെ അവൻ സ്ഥിരതയോടുകൂടെ ദൈവത്തിൽ ചാരി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വചനത്തിന്റെ 46-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൈ അവന്റെ മേൽ വന്നു എന്നുള്ളത് ആണ്.
അങ്ങനെ ഏലിയാവ് ദൈവത്തിൽ പൂർണ്ണമായി ചാരി നിന്നപ്പോഴും അവൻ അസാധാരണക്കാരനായ ഒരു വ്യക്തിയായി മാറ്റപ്പെടുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലും ഈ നോമ്പ് കാലഘട്ടം കേവലം ഒരു പുനഃപരിശോധനയുടെ കാലഘട്ടം മാത്രമല്ല, ബാക്ക് ടു ദ ബേസിക്സ് എന്ന ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് മുന്നിലോട്ട് വയ്ക്കുന്നത്. അതെ, നമ്മെ ഉയർത്തിയ ദൈവത്തെ വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. കഴിഞ്ഞ നാളുകളിൽ നമ്മെ ഉയർത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുക, പ്രാർത്ഥിക്കുക. അതിലും അപ്പുറമായി യേശുവിൽ ചാരി നിന്ന് മുന്നിലോട്ട് പ്രയാണം ചെയ്യുക. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.